നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ എം.പി. വീണ്ടും പാലക്കാട് നിന്നും മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യു.ഡി.എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഷാഫിയുടെ നീക്കം. ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് രഹസ്യ യോഗവും ചേർന്നു. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നിലവിലിപ്പോൾ ഷാഫിയുടെ നീക്കം നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണോ? ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ യോഗം ചേർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രഹസ്യ യോഗം ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ മറ്റ് DCC ജനറൽ സെക്രട്ടറിമാർ, KSU നേതാക്കൾ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരൊക്കെ ഈ രഹസ്യ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെ നടക്കേണ്ട സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യാതൊരു തരത്തിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലാതെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാത്ത തരത്തിൽ അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ലാത്ത സമയത്താണ് പാലക്കാട്ടെ ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോയത്. ഏതായാലും അതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഷാഫിയുടെ അരുമ ശിഷ്യനെ തന്നെ ഈ പാലക്കാട് കൊണ്ട് മത്സരിപ്പിക്കുകയും ചെയ്തു. അവിടെ രാഹുൽ ജയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും UDF-ന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് മോഹിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ വീണ്ടും പാലക്കാട്ടേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രഹസ്യ യോഗം ചേർന്നിരിക്കുന്നത്. ഏതായാലും ആ യോഗം ചേർന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ വലിയ ശക്തമായ മുറുമുറുപ്പും പ്രതിഷേധവുമുണ്ട്. കാരണം ഷാഫി വടകരയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. പക്ഷേ എപ്പോഴും പാലക്കാട്ടെ പരിപാടികളിൽ സജീവമായിട്ട് എത്തുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ വേണ്ടി ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെ മോഹിച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഉള്ളത്. ഏതായാലും DCC പ്രസിഡന്റായിട്ട് CA ചന്ദ്രനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതേസമയം പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്നും VV രാജേഷിനെ DCC പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പ് യോഗങ്ങളും മറ്റുമൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് ഷാഫി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഏതായാലും പാലക്കാട്ടെ ജനങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം അവരെ ഒരിക്കൽ പാതി വഴിയിലിട്ട് പോയ വ്യക്തിയാണ്. അതേ വ്യക്തി തന്നെ വീണ്ടും ഒരു മന്ത്രിസ്ഥാനം മോഹിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെ കാണുമെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് ഷാഫിയുടെ ഈ ഒരു പുതിയ നീക്കം ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ശരി അരുൺ, നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായി ഷാഫി പറമ്പിൽ MP വീണ്ടും പാലക്കാട് നിന്നും മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. UDF ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഷാഫിയുടെ നീക്കം. അതിനായി ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് രഹസ്യ യോഗവും ചേർന്നതായുള്ള വിവരങ്ങൾ വരികയാണ്. അരുൺ ആലത്തൂറാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.